कौन सा काम आपका काम है और अकोमोडेशन इधर? इधर है। कौन सा काम करेगा आप? हम लोग तो अल्लीपा के हाँ, अल्लीपा कंपनी में अलीपुर कंपनी। कौन सा काम है? हम लोग का तो यही जो बिल्डिंग के इलेक्ट्रिशियन। ഹലോ ഗൈസ്, ഞാൻ അജ്മാനിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഞാൻ അജ്മാനിലാണ്. അജ്മാനിലെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്നലെ ഞാൻ അജ്മാനിൽ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നു. രാത്രിയിൽ എനിക്ക ഉണ്ടായിരുന്നു. എനിക്കാട് അവിടെ സ്റ്റേ ആയിരുന്നു. ഇനിയിപ്പം രാവിലെ ഇവിടുന്ന് ഇറങ്ങിയതാണ് ഞാൻ ചുമ്മാ നടക്കാനായിട്ട് പുറത്ത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഒരു ചെറിയൊരു ഉള്ളേരിയ പോലത്തെ ഒരു സ്ഥലമാണ്. ഫുൾ മരുഭൂമി പോലത്തെ ഒരു സ്ഥലമാണ്. ഉള്ള കടകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഫാക്ടറികളൊക്കെയാണ് ഇവിടെ കൂടുതലും. ആണ് കണ്ടില്ലേ? അത് മറ്റേ വലിയ വലിയ ഗ്ലാസ്സുകളുണ്ടല്ലോ, വലിയ വലിയ ഗ്ലാസ്സുകളുടെയൊക്കെ ഒരു ഫാക്ടറിയാണത്. ഇതൊക്കെ ബേക്കറി, ഇതൊക്കെ ഫുള്ള് ക്ലോസ് ആണ്. ഇവിടെ ഒന്നും വലിയ ആൾത്തിരക്കുകളും കാര്യങ്ങളൊന്നുമില്ല. ഈ ഏരിയയിലൊക്കെ ഒരുപാട് ആളുകളൊന്നും ഇല്ല കേട്ടോ. ഒരു ചെറിയ കുറച്ച് ആളുകളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതാണ്, ഇതൊക്കെ അറബികൾ താമസിക്കുന്ന വില്ലകളാണ് കേട്ടോ. എൻ്റെ ഈ റൈറ്റ് സൈഡിലായിട്ട് ഫുള്ള് അത് അവർ നല്ല രീതിയിൽ മറ്റേ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. മതിലൊക്കെ കെട്ടിയിട്ട് അവർ കവർ ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഏരിയ. അതുപോലെ അജ്മാനിൽ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ ഒരുപാട് അറബികൾ, ലോക്കൽസ് അറബികൾ താമസിക്കുന്നൊരു ഏരിയ ആണിത്. ഒരുപാട് ബംഗാളികളും പാകിസ്ഥാനികളും ചെറിയ ചെറിയ ജോലികളായിട്ട് വേറൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോയി ചെയ്തത്. അവിടെയാണ് അവർ താമസിക്കുന്നത്. അജ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു സ്ഥലമാണിത്. ഫുള്ള് നല്ലൊരു ശാന്തതയാണ് സംഭവം. കണ്ടില്ലേ? ഫുള്ള് മരുഭൂമി. അങ്ങനെ നമ്മൾ നടന്ന് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇത് കണ്ടില്ലേ, ചെറിയ ബിൽഡിങ്ങുകൾ. അത് ഇതിൻ്റെ അകത്ത് ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. എനിക്കിവിടുന്ന് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഉള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ വലിയ ഫാക്ടറികളാണ്. അതായത് ഗ്ലാസിൻ്റെ ഒക്കെയാണ്. ഫ്രണ്ടിൽ ഒരുപാട് ഗ്ലാസ്സുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ഏരിയ. അതിൻ്റെ കണ്ടില്ലേ, ഡ്രസ്സുകളൊക്കെ പിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വന്നത് അങ്ങുന്നാണ് വന്നത്. അവിടെ നിന്നാണ് ഇങ്ങനെ വന്നത്. ഇത് നമ്മുടെ ആക്രിക്കടയാണ് കേട്ടോ. ഇത് ആക്രിക്കടയാണിത് സംഭവം. നമ്മുടെ നാട്ടിലെ കൂട്ടർ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ട് കൊടുക്കുന്നതും മേടിക്കുന്നതൊക്കെ ആയിട്ടുള്ളൊരു കടയാണിത്. ഉണ്ട്. അവിടെയാണ് ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് ആ ഒരു ഏരിയയിൽ. അപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട് ലേബർ ക്യാമ്പുകളാണ് കേട്ടോ. ലേബറിൻ്റെ അക്കോമഡേഷനാണ് അവിടെ. അങ്ങോട്ട് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ കൊറോണ വരും. അവിടെ തിങ്ങിപ്പാറത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നത് ചെറിയൊരു ഏരിയ. അതാണ് ഞാൻ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറി ചെല്ലാത്തത്. ഓക്കെ, അതാണ് അവരുടെ ഒരു താമസിക്കുന്ന ഏരിയ. എനിക്ക് തോന്നുന്നു ഈ ഏരിയകളിൽ താമസിക്കുന്ന ആളുകളെല്ലാം അക്കോമഡേറ്റ് ചെയ്തിരിക്കുന്ന അവിടെയാണ്. ഇതുപോലത്തുള്ള ഓരോ വണ്ടികൾ കണ്ടില്ലേ, ഇതുപോലത്തുള്ള വണ്ടികളിലാണ് ഈ ലേബേഴ്സ് രാവിലെ മുതൽ പണിക്ക് പോകുന്ന വണ്ടി ഇതേപോലത്തുള്ള വണ്ടികളിലാണ്. ഈ ദുബൈയിൽ വരുന്നവരും പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. ഇതുപോലത്തെ വണ്ടിയിലാണ് ഇവർ പണിക്ക് പോകുന്നത്. നാട്ടിലെ കൂട്ട് മറ്റേ എന്താണ്, നടന്നും എടുത്തും അങ്ങനൊന്നും ആരും പോകത്തില്ല. എല്ലാവരും ഒരുപാട് ദൂരവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഓരോ കമ്പനികളിലും ഓരോ വണ്ടികൾ കാണും. ആ വണ്ടിയിലാണ് അവർ പണിക്ക് പോകുന്നത്. ഓക്കെ, ഇവിടുത്തെ ഉള്ള ഒരു ഷോപ്പുകളാണ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് കണ്ടില്ലേ, ഇതെന്താണ് ഗ്ലാസ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ വെൽഡിങ് കടയാണ് കേട്ടോ. വെൽഡിങ് കടകളാണ്. അതാണെങ്കിൽ വെൽഡിങ് കടകളാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ എന്താണ്, ടയറുകൾ. ഈ ഒരു ഉള്ളേരിയയിലാണ് ഈ കടകൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കേട്ടോ. ഇതാണ് സംഭവം. ഇത് മറ്റേ വീലിൻ്റെ ടയറിൻ്റെ സംഭവമാണ്. വീൽ കപ്പുകൾ, ടയറുകൾ, ഓരോ പ്ലേറ്റുകൾ. ഈ ഒരു സാധനം കണ്ടില്ലേ, ഇതാണ് വലിയ ബോട്ടുകൾ ഓരോ വലിയ അറബികളുടെയൊക്കെ വീട്ടിൽ കൊണ്ടിടും അവരുടെ കാറുകളിൽ. ഇത് ബാക്കിൽ നിസാൻ പ്രാഡോ പോലത്തെ വണ്ടികളിലാണ് അവർ യൂസ് ചെയ്യുന്നത്. അത് അവരിവിടെ ഹുക്ക് ചെയ്തിട്ട് ഇത് ബോട്ടിൻ്റെ അത് കയറ്റിയിട്ട്
റോഡ് വഴിയേ കൊണ്ടുവരും. അതിനു വേണ്ടി പണിയിപ്പിച്ച സംഭവങ്ങളാണെന്ന് തോന്നുന്നു. ഇവിടൊക്കെയാണ് ടയറൊക്കെ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ടയറാണ് നമ്മളവിടെ കണ്ടത് കേട്ടോ, വെച്ചേക്കുന്നത് കണ്ടില്ലേ. ഈ ഒരു ഉള്ളേരിയയിലാണ് ഇത് പണിതേക്കുന്നത്. ഈ ഒരു കടകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലത്തെ സ്ഥലങ്ങളിലാണ് പണിയുന്നത്. ഇനി ഇത് കൊള്ളാം കേട്ടോ, സ്ഥലം അടിപൊളിയാണ്. ഞാൻ രാവിലെ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. പക്ഷെ ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഇത് ഒരുപാട് പൂക്കൾ നിൽക്കുന്നു. പൂക്കൾ അതെന്ത് സംഭവം അറിയത്തില്ല. അത് നോക്കാം. ഇങ്ങനെ നിൽപ്പുണ്ട്, കണ്ടില്ലേ? ഫുള്ള് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതെന്താണ് സംഭവം? കായിക ഫുള്ള് പറഞ്ഞു. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, അടിപൊളി രസമുണ്ട്. കാറ്റടിക്കുമ്പോഴത്തേക്കും എൻ്റെ പ്രത്യേക ഒരു സൗണ്ടാണ്. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ നടന്നിങ്ങനെ വന്നപ്പോഴത്തേക്കിനും ഈ ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം കുറച്ച് നല്ലൊരു ഒരു കഫേ പോലത്തെ സംഭവങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അത് എന്താണ് ഇവിടെ എനിക്ക് തോന്നി ലോക്കൽസുകൾ ഒരുപാട് താമസിക്കുന്ന ഏരിയ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ അങ്ങനെ ഒരു ഷോപ്പ് കൊണ്ട് വെച്ചേക്കുന്നത്. അത്യാവശ്യം നല്ലൊരു കടയാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇതുണ്ടല്ലേ, ഇവിടെ അത്യാവശ്യം മറ്റേ വെൽഡിങ് വർക്ക്ഷോപ്പ് പോലത്തെ ചെറിയ ഓരോ കടകൾ. ഇവിടെ പക്ഷേ ഓരോ ബിൽഡിങ്ങുകൾ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. ഇനിയുള്ളൊരു ടൈമിൽ ഇവിടെയൊക്കെ ആയിരിക്കും നല്ല വികസനം ഉണ്ടാവും. കാരണം ദുബായ് അജ്മാനൊക്കെ അല്ലേ, നല്ല രീതിയിൽ വികസനം ഉണ്ടാവും. അങ്ങോട്ട് ഒരുപാട് ഒരു 4-5-6 പട്ടികൾ. എൻ്റെ പടച്ചവനെ, ഞാൻ പണ്ട് കൊച്ചിലെ പട്ടി കയറി അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരുന്നേ. പക്ഷെ അവിടെ ഒരു 6-7 പട്ടികൾ. അയ്യോ വേണ്ട, പോകാൻ തിരിച്ചു പോകും. ഇല്ല, അപ്പം അതാണ് സംഭവം. നമ്മൾക്കിനി വേറെ കുറച്ച് ഊടുവഴികളിൽ കൂടെ പോയി കാണാം. ഇവിടെ നിന്ന് അങ്ങനെ ആളുകളെ അങ്ങനെ കാണാൻ കഴിയുന്നില്ല കേട്ടോ. എല്ലാവരും വലിയ ഉള്ളിലാണെന്ന് തോന്നുന്നു. കാര്യം ഇവിടെയൊക്കെ പുറത്തിറങ്ങിയിട്ടും കാര്യമില്ല. എന്താണ്, വലിയ കടകളില്ല, മാളുകളില്ല, ഒന്നുമില്ലാതെ ജീവിക്കുകയാണ് ഇവിടെ ഇരി. അപ്പോൾ ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽക്കുന്നിടത്ത് ഒരു സൂപ്പർ മാർക്കറ്റ്, അത്യാവശ്യം വന്നതിന് ഒരു കടകളോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒന്നും ഞാൻ കാണുന്നില്ല. എല്ലാം ഉണ്ട്, പക്ഷേ എല്ലാം ക്ലോസ് ആണ്. വെൽഡിങ് കടയൊക്കെയാണ് ഉള്ളത്. കണ്ടോ, ഇങ്ങനെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. भाई ये ग्लास प्लांट है? ये नहीं, हाँ, ये ग्लास प्लांट नहीं। ये इधर कौन सा काम आपका काम है और अकोमोडेशन ये आपको नहीं चल इधर कौन सा काम करेगा आप? हम लोग तो अल्लीपा के, हाँ, अल्लीपा कंपनी में। अलीपुर कंपनी कौन सा काम है? हम लोग का तो यही जो बिल्डिंग इलेक्ट्रिकल। आपका सैलरी कितना है? सैलरी है थोड़ा है ज़्यादा? नहीं ज़्यादा है. ഓക്കെ. അപ്പം നമ്മളിപ്പം അവർ ചോദിച്ചു ഇവിടെ ഗ്ലാസ് പ്ലാന്റ് ആണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് ഗ്ലാസിൻ്റെ ഒരു ഇതാണ് സംഭവം. പക്ഷേ കണ്ടോ, അവരൊക്കെ റൂമിൻ്റെയൊക്കെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. തോടായി ജാഥയെന്ന് ചോദിച്ചപ്പോൾ ജാഥ സാലറി എന്നാണ് പറഞ്ഞത്. ജാഥ സാലറി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുമായിരിക്കും അറിയത്തില്ല. എന്തായാലും അത്രയ്ക്കൊന്നും കാണത്തില്ല. 2000 ദിർഹംസ് 3000 ദിർഹംസ് ഒന്നും എന്തായാലും കാണത്തില്ല. അങ്ങനെ ഒരു 1000-1200 ദിർഹംസ് കുറഞ്ഞത് അത്രേ കാണത്തുള്ളൂ. ഞാൻ പണിയാൻ പോകുന്ന സൈറ്റിലും ഇതുപോലുള്ള ഒരുപാട് ആളുകളെ ഞാൻ കാണുന്നതാണ്. അപ്പോൾ എനിക്കറിയാം ഒരാൾക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളത്. ഇത് കാർ സർവീസ് ചെയ്യുന്ന ഷോപ്പുകളാണ്, അത്യാവശ്യം അടിപൊളി ഷോപ്പുകളാണ്. അൽമദീന കാർ കണ്ടില്ലേ, ഇതൊക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ടുള്ള കാർ സർവീസൊക്കെയാണ്. തണൽ മരങ്ങളെല്ലാം ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം. കണ്ടില്ലേ, തണൽ മരങ്ങളുടെ ഇടയിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ.
ഞാനിപ്പോൾ ഇവിടെ നിന്നിട്ട് എനിക്കിവിടെ നിന്ന് നേരെ കാണാൻ കഴിയുന്നത് എമിറേറ്റ്സ് ഗ്യാസ് ആണ്, അതായത് ഗ്യാസ് പ്ലാന്റ്. നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കാഴ്ചകളാണ്. നേരത്തെ ആ പുള്ളിയോട് ഗ്ലാസിൻ്റെ ഇതാണോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആ പുള്ളി എനിക്ക് തോന്നുന്നു ഗ്യാസ് എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ചില വേടുകളൊന്നും എനിക്ക് തിരിയത്തില്ല, അതായിരിക്കാം അങ്ങേർക്ക് മനസ്സിലായി കാണത്തില്ല. പക്ഷേ ഇതാണ് ആ ഗ്യാസിൻ്റെത്, അത് ഗ്ലാസിൻ്റെതാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് പോവാം. ഓക്കെ, മാസ്ക് ഇട്ടേക്കാം. ഇതാണ് എമിറേറ്റ്സ് ഗ്യാസ് പ്ലാന്റ് ആണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വലിയ വണ്ടികൾ എമിറേറ്റ്സ് gas.com എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു ടാങ്കറൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതാണിത്. കണ്ടില്ല, ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗമാണിത്. LPG ഹൈ ഫ്ലെയിം ഗ്യാസ്, ഇതാണ് സംഭവം. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്. ഇത് വഴിയാണ് പോകുന്നത്. ഇതുണ്ട്, ഗ്യാസുകളൊക്കെ അവിടെ ഒരുപാട് അടുക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഗ്യാസുകൾ സപ്ലൈ ചെയ്യുന്ന വണ്ടികൾ. കണ്ടില്ലേ, ഇതാണ് ഗ്യാസുകൾ സപ്ലൈ ചെയ്യുന്ന വണ്ടികൾ. ഏരിയ താമസിച്ചവരൊക്കെ സാധനം വാങ്ങുന്ന കടകളില്ല. നമുക്ക് ആ കടയിലോട്ടൊന്ന് പോവാം. അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം നിങ്ങളെ. ഇങ്ങനെയുള്ള ഏരിയകളിൽ താമസിക്കുന്ന ആളുകൾ സാധനം വാങ്ങുന്ന കടയിലോട്ടാണ് നമ്മളിനി പോകുന്നത്. ഓക്കെ, ഇവിടുത്തെ ടാക്സികളാണ് കേട്ടോ, അജ്മാലിലെ ടാക്സികളാണ് ഈ പോകുന്നത്. ചെറുത് അവരിവിടെ ഗ്രീൻ നമ്പർ പ്ലേറ്റ് ഒക്കെയാണ് കേട്ടോ, വണ്ടികളുടെ ഗ്രീൻ നമ്പർ പ്ലേറ്റ് ആണ്. ഇവിടെ ടാക്സികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയ വണ്ടികളൊക്കെ ആണല്ലോ ഇവർ ഉപയോഗിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഫാൽക്കൺ പ്ലാസ്റ്റിക് പാക്കിംഗ് LLC എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഫുഡുകളും എല്ലാം പാക്ക് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കുന്നൊരു ചെറിയൊരു ഫാക്ടറിയാണിത്. കണ്ടില്ലേ, ഇതെല്ലാം പ്ലാസ്റ്റിക്കുകളാണ്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് വശം. കണ്ടില്ലേ, ഇതൊക്കെ വലിയ ബണ്ടിലുകളിൽ ഇതാക്കി വെച്ചേക്കുവാണ്. ഇതൊക്കെ അവിടെ സെയിലിന് പോകുന്ന വണ്ടികളാണ്. കണ്ടില്ലേ, ഈ ഒരു ഏരിയകളിൽ നിന്നാണ് അവർ ഫുഡ് വാങ്ങാനായിട്ട് വരുന്നത്. ഈ ഒരു ഏരിയകളിൽ നിന്നാണ് അവർ ഫുഡ് വാങ്ങാൻ വരുന്നത്. ഇവിടെ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ്, ലക്കി റെസ്റ്റോറൻറ്റ് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ആൽപ്പന റെസ്റ്റോറൻറ്റ്, ഇതും ഇതാണ് റെസ്റ്റോറൻറ്റുകളാണ്. അടുത്തൊരു സലൂണുണ്ട്. ഇവിടെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ, സലൂണ്. പിന്നെ ഇതൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റും ചെറിയ ഗ്രോസറി എന്ന് പറയും. അവിടെയാണ് സാധനം വാങ്ങാനായിട്ട് ആൾക്കാർ വരുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇതാണ് ആ ഒരു ഏരിയ. ഇവിടെ ഒരു ചെറിയൊരു മെഷീൻ വെച്ചിട്ടുണ്ട്. ഈ മെഷീനിലാണ് പൈസകൾ ഫോൺ റീചാർജ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഈ മെഷീനിലാണ് ഒരു ഫോൺ റീചാർജ് ചെയ്യുന്നത്. എത്തിസലാത്ത് ഡൂ, ഇവിടുത്തെ 2 സിമ്മുകളാണ് എത്തിസലാത്തും ഡൂവും. ഓക്കെ, പിന്നെ ഇന്ത്യയിലോട്ടും പൈസ അയക്കാം, പാകിസ്ഥാനിലോട്ടും പൈസ ഫോൺ വഴി റീചാർജ് ചെയ്യാം, എല്ലാം ചെയ്യുന്നൊരു സംഭവമാണ്. ഓക്കെ, അപ്പം അവർക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഈ ഒരു ഏരിയയിൽ വന്നാൽ കിട്ടും. ഈ ഒരു ഏരിയയിൽ, അതായത് മുടി വെട്ടുന്ന കടയുണ്ട്, ചെറിയ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇവിടെ. ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോവാം. അവരപ്പോൾ അവിടെ നിന്ന് വരെ വരണം, ഒരു റോഡ് ക്രോസ് ചെയ്യണം, ഒരു 2 കിലോമീറ്റർ നടക്കണം, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ ഇവിടെ വരുന്നത്. ഓക്കെ, അതിൽ ഓരോ ആളുകൾ പോകുന്നുണ്ട്, സാധനം വാങ്ങാനായിട്ടൊക്കെ പോവാണ്. എന്തായാലും കൊള്ളാം, നല്ല സ്ഥലമാണ്. പക്ഷേ വലിയ ആൾത്തിരക്കും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് ലേബേഴ്സ് താമസിക്കുന്നു, അവർക്ക് വേണ്ടിയുള്ള കടകൾ ഇവിടെ. പിന്നെ നമ്മളിപ്പോൾ കണ്ടില്ല, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കമ്പനി. ഇതുപോലുള്ള ഏരിയകളിലാണ് അവർ ഒരുപാട് കാര്യങ്ങൾ, അതായത് പ്ലാസ്റ്റിക്, സിമെൻറ്റ്, പിന്നെന്താണ് ഗ്യാസ്. കണ്ടില്ലേ, ഈ ഒരു ഏരിയകളുടെ പ്രത്യേകത ഇതാണ്. ഇങ്ങനെയുള്ള ഏരിയകളിലാണ് ഇവരെല്ലാം സെറ്റാക്കുന്നത്. ഓരോ പ്ലാന്റുകളും ഓരോ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം ഇവിടാണ്.
ഇവിടുന്ന് ഉണ്ടാക്കിയിട്ടാണ് മെയിൻ ദുബായ്, ഷാർജ, അബുദാബി, അജ്മാൻ അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നത്. ഓക്കെ, നമുക്കിവിടെ വരുമ്പം കാണാൻ പറ്റും ഈ സംഭവങ്ങൾ. വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോൺ അടിച്ചിട്ടില്ല, ടാക്സിയാണ്. അസ്സലാമലൈക്കും. ആ ഉണ്ടല്ലേ അറബി മണലാരുണ്യത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ആരോ ഡ്രോപ്പ് ചെയ്തിട്ട് പോയതാണോ അതോ ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാനൊരു സലാമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അറബിയിൽ എന്തോ ചോദിച്ചു, ഞാൻ ഷൈക്കും കൊടുത്തു. നമ്മുടെ തുടക്കങ്ങൾ എപ്പോഴും നല്ല ഉഷാറായിരിക്കും, പക്ഷെ ഒടുക്കം ബബ്ബേരി. കുഴപ്പമില്ല, പിച്ച വെച്ച് തുടങ്ങുന്നല്ലേ ഉള്ളൂ, എല്ലാം റെഡിയാവും. ഈ കാണുന്നത് സ്ക്രാപ്പ് യാർഡാണ്. സ്ക്രാപ്പ് ഫുള്ള് ഇത് കണ്ടില്ലേ, ഇത് സ്ക്രാപ്പ് കമ്പനിയാണ്, അതായത് ആക്രിക്കട എന്ന് പറയും. അതിൻ്റെ സ്റ്റോറാണ് ഇവിടെ. ഫുള്ള് സാധനങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലോട്ട് പോവാം. ഉള്ളിലോട്ട് പോയിട്ട് അവിടുത്തെ എന്തൊക്കെയാണ് സാധനങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം കിടക്കുന്നത്. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇത് നമുക്ക് ഇതിന് ഉള്ളിലോട്ട് കയറാൻ പറ്റുമോ നോക്കാം. ആരില്ലയോ? ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ആക്രിക്കടകൾ കേട്ടോ. ആക്രി സാധനങ്ങളാണ്. ടയർ, സൈക്കിള്, വാഷിംഗ് മെഷീന്, ഒരുപാട് സാധനങ്ങളുണ്ട് ഇവിടെ. നമ്മളതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. അല്ല, നല്ല നല്ല സൈക്കിളുകളാണ്, വേസ്റ്റായി കളയുന്നത്. ഇതാണ് ആ ഒരു ഏരിയ. ഓക്കെ, നമുക്കിപ്പോൾ ഇതിൻ്റെ പുറത്തിറങ്ങാം. അങ്ങനെ നമ്മൾ നടന്ന് കറങ്ങി നമ്മുടെ റൂമിൻ്റെ ആ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇനിയപ്പോൾ നമുക്ക് റൂമിൽ കയറാം. അതുപോലെ തന്നെ റൂമിൽ പോകുമ്പോൾ എൻ്റെ ഒരു ദോസ്തുണ്ട്, ആ ദോസ്തിനെ കാണിച്ചു തരാം. ഞാൻ വരാൻ നേരത്ത് എന്നെയും കൂടെ കൊണ്ടുപോകാവോ എന്ന് ചോദിച്ചു. അപ്പം നമ്മളിങ്ങനെ ഫുള്ള് നമുക്കറിയാത്ത ഏരിയയിൽ കൂടെ ഒക്കെ അല്ലേ പോകുന്നത്. അപ്പോൾ ആളെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല, ആളെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അവിടെ പോകുമ്പോൾ കാണും. ഞങ്ങൾ ചെസ്സ് കളിച്ചുകൊണ്ടിരുന്ന. ഓക്കെ, എന്തായാലും അവിടെ പോയിട്ട് കാണാം. ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്ത സ്ഥലം കണ്ട് ഇതാണ്. ഇവിടെ ഫുള്ള് ഫാമിലി വില്ലാസാണ്. ഇവിടെ നോക്കിയിട്ട് അത്യാവശ്യം കൊള്ളാവുന്നൊരു സ്ഥലം ഇതാണ്, ഈ ഒരു വില്ലയാണ്. ബാക്കിയൊക്കെ നോക്കിയേ, ഫുള്ള് ഒരിതും ഇല്ലാതെ നടക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല നല്ല കമൻറ്റുകൾ ഇടണം. എൻ്റെ പുതിയ ഓരോ വീഡിയോസിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, നമുക്ക് എന്തായാലും കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇനി അതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഫാമിലി വില്ലേജാണ് കേട്ടോ. 3 ബെഡ്റൂം, 2 ബെഡ്റൂം, 1 കിച്ചൺ, 1 ഹാള് വിത്ത് AC. ഇവിടെ ഭയങ്കര റേറ്റിംഗ് കുറവാണ്. ഇതാണ് ആ വില്ലയുടെ ഒരു ഉൾഭാഗം. നമ്മുടെ ഒരു ഇക്ക ഫ്രണ്ട് തന്നെ ഇരിപ്പുണ്ട്, ഫൈസൽ എന്ന് പറയാം. ഞാൻ പറഞ്ഞ ആളെ കാണിച്ചു തരാം കേട്ടോ. വാ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്. പോയണേ, കറങ്ങി അടിച്ച് ഒന്നുമില്ല. പത്തു